അപ്പോൾ ദാ ഇന്നലെ നമ്മൾ ഒരു കേക്കിനുള്ള ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചില്ലേ. ഇന്ന് നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ ഇന്ന് ഈ കാണിക്കുന്നത് ഒരു വെജ് കേക്കാണ്, ഒരു 2 ടയർ കേക്ക്, ഒരു 2 kg വരുന്ന 2 ടയർ കേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ എങ്ങനെയാണ് ഒരു വെജ് കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കേക്ക് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിനകത്ത് എന്തൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ നോർമലി ഏത് ടൈപ്പുള്ള ബ്രെഡാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സോക്കിംഗ് സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. സപ്പോസ് നമ്മൾ വാനിലയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ഷുഗർ സിറപ്പോ മിൽക്ക് ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പോ ഉണ്ടാക്കാം. പക്ഷേ ഒരു ചോക്ലേറ്റ് കേക്കിന് ഏറ്റവും അടിപൊളിയായിട്ട് സൂട്ട് ആവുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും അതേപോലെ കോഫി പൗഡറും ഷുഗറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറ്റിംഗ് സിറപ്പിനെയാണ് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേക്കിൻ്റെ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കി തണുക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ കേക്കിനും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ കേക്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ കേക്കിനെ അടിപൊളിയാക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ കേക്ക് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അവർ ഏറ്റവും നല്ല റിവ്യൂ പറയണ്ടേ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് കൊടുക്കണ്ടേ. കുറച്ചൊക്കെ എക്സ്പെൻസ് നമ്മളും കോംപ്രമൈസ് ചെയ്യണം. നമുക്ക് ആവുന്ന ഒരു എക്സ്പെൻസ് അവരോട് പറഞ്ഞാൽ അവർ തരും. പിന്നെ അതിനകത്ത് എത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. എന്തായാലും കൊടുക്കുന്ന കേക്ക് അടിപൊളിയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും വില കൂട്ടാം അല്ലേ. അതിൻ്റെ പേരിൽ ആരെയും ചൂഷണം ചെയ്യരുതേ. അപ്പം നമ്മളിതാ ചോക്ലേറ്റ് ബ്രെഡിലേക്ക് ചോക്ലേറ്റ് ഗനാഷും കോഫി പൗഡറും മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുത്തു. നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ ഡാർക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ ആണെങ്കിൽ ചെറിയ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്തിട്ട് ചെറിയ ഫില്ലിംഗ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ ഓരോ കേക്കിനും അതിൻ്റെ സോക്കിങ്ങും ഫില്ലിങ്ങും ഒക്കെ വേറെയാണ്. അപ്പോൾ അതാ ഇന്നത്തെ ഈ കേക്കിന് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു ഗ്രേറ്റ് ചെയ്തത് കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓരോ ലെയറായിട്ട്. ഇനി വേണമെങ്കിൽ രണ്ടും കൂടെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ചെറിയൊരു കയ്പ്പ് വരാതെ നമ്മൾ നോക്കണേ. അത് നമ്മുടെ ബേക്കേഴ്സിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മേടിക്കുന്ന കസ്റ്റമറോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാ നമുക്കിതുപോലത്തെ 2 കേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു 9 ഇഞ്ചിൻ്റെയാണ്. അതേപോലെ ഒരു 5 ഇഞ്ചിൻ്റെയും കൂടെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കാരണം 2 ടയർ കേക്കാണ്. അപ്പം ഇതൊരു നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ഒരു ചെറിയ പ്രശ്നം എന്താണ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർ കാണിക്കുന്ന ഒരു റെഫറൻസ് എപ്പോഴും ഒരു പിൻട്രസ്റ്റ് ഇമേജ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഓരോ പ്രോസസ്സിലും അവർ വിളിച്ചിട്ട് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് പല മാറ്റങ്ങളും വരുത്തും. അവസാനം എനിക്ക് തോന്നിയിട്ടുള്ളത് പല കേക്കിൻ്റെയും അവസാനം നോക്കുമ്പോൾ ഒരു ഹോളി എഫക്റ്റ് ആയിരിക്കും. എല്ലാ കളറും അവർക്ക് വേണം. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെത്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരറ്റ്, അതേപോലെ വീടിൻ്റെ ഡെക്കറേഷൻ, കർട്ടൻ, എല്ലാം പേരൻസിൻ്റെ ഡ്രസ്സ്, എല്ലാ കളറും അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഇതാണ്.